ജീവിതത്തിലുടനീളം ഓർമ്മ വയ്ക്കുന്ന നാൾ മുതൽ നമ്മുടെ വീട്ടിലായാലും പഠിക്കുന്ന സ്ഥാപനങ്ങളിലായാലും ജോലി സ്ഥലങ്ങളിലും മറ്റ് സമൂഹത്തിലെ നമ്മുടെ ഏത് പ്രവൃത്തി രംഗങ്ങളിലും മറ്റുള്ള വ്യക്തികളുമായി നമുക്ക് വാക്കുതർക്കങ്ങൾ ഉണ്ടാകാം. അവരുടെ വാക്കുകളോ പ്രവൃത്തികളോ നമ്മളെ മുറിവേൽപ്പിക്കുന്നുണ്ടാവാം. നമ്മുടെ ബന്ധുക്കളെന്നും നമ്മുടെ മിത്രങ്ങളെന്നും നമ്മൾ കരുതിയിരുന്ന ആൾക്കാർ പിന്നീട് നമ്മുടെ ശത്രുക്കളായി തീരാം. പൊതുവെ നമ്മുടെ ജീവിതത്തിലുടനീളം ധാരാളം പേർ നമ്മുടെ എതിർ സ്ഥാനത്ത് വരികയും നമ്മളെ വേദനിപ്പിക്കുകയും ചെയ്യും. അവരെയെല്ലാം ആ ജന്മ ശത്രുക്കളായി പ്രഖ്യാപിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് പതിവ്. അതിന് പകരം നമ്മുടെ ജീവിതത്തിലെ കുറച്ചെങ്കിലും നമുക്ക് പക്വതയും പാകതയും വന്നതിന് ശേഷമെങ്കിലും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായതുൾപ്പെടെയുള്ള ഓരോ എതിരാളികളെയും നമ്മൾ ശത്രുക്കളെന്ന് പ്രഖ്യാപിച്ചവരെയൊക്കെ കഴിയുമെങ്കിൽ നേരിട്ട് അവരുമായുള്ള വഴക്ക് തീർക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്നും അവരോടുള്ള ശത്രുത ഒഴിവാക്കി അവരോട് മാപ്പ് ചോദിക്കുക. മറ്റുള്ളവരോട് മാപ്പ് ചോദിച്ച് ക്ഷമിച്ച് പൊറുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമാക്കി തീർക്കുക. നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോംവഴിയാണ് ഈ ക്ഷമിക്കുക അല്ലെങ്കിൽ മാപ്പ് നൽകുക എന്നുള്ളത്. നിതാന്തമായ ഒരിക്കലും അവസാനിക്കാത്ത പ്രതികാരവും പകയും നമ്മൾ കൊണ്ടു നടന്നാൽ നമുക്ക് ആർക്ക് എതിരെയാണ് നമ്മൾ പ്രതികാരം കൊണ്ട് നടക്കുന്നത്, വിദ്വേഷം കൊണ്ട് നടക്കുന്നത്, വെറുപ്പ് കൊണ്ട് നടക്കുന്നത്, അവരെയല്ല അത് ബാധിക്കുന്നത്, നമ്മളെ തന്നെയാണ്. നമ്മുടെ മിക്ക ശത്രുക്കളും നമുക്ക് അവരോട് പകയാണെന്നും വിദ്വേഷമാണെന്നും വെറുപ്പാണെന്നും അറിയുക പോലുമില്ല. അല്ലെങ്കിൽ അവർ ഓർമ്മിക്കുന്ന പോലും ഉണ്ടാവില്ല. നമ്മുടെ 5 വയസ്സിലെ ഒരു സംഭവം നമുക്കൊരു വേദനയായി മാറിയാൽ അത് 50 വയസ്സായാലും 100 വയസ്സായാലും നമ്മളത് മറക്കില്ല. ആ ആളുകളോടുള്ള നമ്മുടെ വിദ്വേഷം നമുക്ക് മറക്കാൻ കഴിയില്ല. പക്ഷെ അവർ അതൊരിക്കലും ഓർക്കാറില്ല. നമ്മുടെ മിക്ക ശത്രുക്കളും വാസ്തവത്തിൽ നമ്മുടെ ശത്രുക്കളല്ല. നമ്മുടെ മിക്ക ശത്രുക്കളും നമ്മൾ ശത്രുക്കളെന്ന് കരുതുന്നവർ നമ്മളെ ശത്രുക്കളായി കരുതുന്നുണ്ടാവില്ല. നമുക്ക് വിദ്വേഷമുള്ളവർ അവരുടെ ഉള്ളിൽ അത് ഉണ്ടാകണമെന്നില്ല. മിക്കവരും അതൊക്കെ മറന്നേ പോയിട്ടുണ്ടാവും. പക്ഷേ ആഴത്തിൽ നമുക്കുണ്ടായ വേദന നമ്മൾ പൊതുവെ മറക്കാറില്ല. അത് നമ്മൾ കൊണ്ടു നടക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ ധാരാളം ശത്രുക്കളെ ചുമന്നു നടക്കുന്ന അവസ്ഥയിലെത്തും. നമ്മൾ ശരിക്കും വിദ്വേഷം നിറഞ്ഞ മനസ്സുള്ളവരായി തീരും. അത് നമ്മളെ വളരെ കാര്യമായി ബാധിക്കും. നമ്മളെ അല്ലാതെ അത് മറ്റാരെയും ബാധിക്കില്ല. അതുകൊണ്ട് ക്ഷമിക്കുക എന്ന ഈ പ്രവൃത്തി, പൊറുക്കുക എന്നത് ആ ഒരു സ്വഭാവം നമ്മൾ സ്വയം വളർത്തിയെടുക്കുക. നമ്മുടെ എതിരാളികളുടെ, നമ്മളുടെ ശത്രുക്കളെന്ന് നമ്മൾ കരുതുന്നവരുടെ എണ്ണമെങ്കിലും കുറയ്ക്കുക. നമ്മൾ നമ്മുടെ മനസ്സിലെങ്കിലും അവരോട് വിദ്വേഷം ഒഴിവാക്കുക. അത് നമുക്ക് വളരെ പോസിറ്റീവായി തീരുന്ന ഗുണകരമായ കാര്യമാണ്. ഇത് നമ്മൾ ശീലിക്കേണ്ടതാണ്. നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവില്ല. സ്വഭാവത്തിന്റെ ഉള്ളിലുണ്ട് പൊറുക്കുക എന്നത്. പക്ഷെ നമ്മൾ ഇത് ഒരു സ്വഭാവമാക്കി തീർക്കണം. നമ്മൾ ശീലിക്കണം. പ്രത്യേകിച്ച് ഒരു ഈശ്വര വിശ്വാസി ഇത് വളരെയധികം നിർബന്ധത്തോടുകൂടി സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടുന്ന ഒരു സ്വഭാവമാണ്. നമ്മുടെ ചുറ്റിലും നമ്മൾ കാണുന്നത് നേരെ മറിച്ചാണ്. വളരെ കുഞ്ഞുനാൾ മുതൽ വീട്ടുകാർ നമ്മളെ പഠിപ്പിക്കുന്നതും ശത്രുക്കളായി കാണാനാണ്. അയൽവാസികൾ നമ്മുടെ ശത്രുക്കളാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ബന്ധുക്കൾ വരെ നമ്മുടെ ശത്രുക്കളാണെന്നാണ് നമ്മൾ വളരെ കുഞ്ഞുനാളിലേക്ക് പഠിക്കുന്നത്.
ധാരാളം ശത്രുക്കളെയാണ് നമ്മൾ കണ്ട് വളരുന്നത്. ശരിക്കും ബന്ധുക്കളെക്കാൾ മിത്രങ്ങളെക്കാൾ നമുക്ക് കൂടുതൽ അറിയുന്നത് ശത്രുക്കളെയാണ്, എതിരാളികളെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പ്രായം കൂടുന്നതനുസരിച്ച് സമൂഹത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന സന്ദേശവും ഇത് തന്നെയാണ്. ഏതെങ്കിലും ഒരു നോവലോ, ഏതെങ്കിലും ഒരു കഥയോ, ഏതെങ്കിലും ഒരു നാടകമോ, അങ്ങേയറ്റം സ്വാധീനിക്കുന്ന സിനിമ, ഇതെല്ലാം നിറയെ പ്രതികാര കഥകളാണ്, ശത്രുക്കളെ നശിപ്പിക്കുന്ന കഥകളാണ്. ഏതാണ്ട് എല്ലാ 90% സിനിമകളും നായകന്റെ വീരസാഹസിക കഥകളാണ്. ആ നായകൻ ചെയ്യുന്നതാണെങ്കിൽ ആദ്യം അങ്ങേയറ്റം ക്ഷമാശീലനായ, വളരെ വിനീതനായ, വളരെ പാവമായ നായകനെ എതിരാളി വില്ലൻ അങ്ങേയറ്റം ഉപദ്രവിക്കുന്നതാണ് ഒരു സിനിമയിലെ ഒരു 1.5 മണിക്കൂർ കഥ. ഒരു സ്ത്രീയാണ് നായികയായിട്ട്, അത് ഈ നായകനുമായി ബന്ധപ്പെട്ടതായിരിക്കും നായിക. അവരെ ഉപദ്രവിക്കുന്നു, അവരെ വീട്ടുകാരെ ഉപദ്രവിക്കുന്നു, ഈ നായകനെ ഉപദ്രവിക്കുന്നു ശത്രുക്കൾ, വില്ലന്മാർ. ഒടുവിൽ ഈ സിനിമയിലെ അവസാനത്തെ 1.5 മണിക്കൂർ നേരം മുഴുവൻ ഈ നായകൻ നായികയ്ക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും തന്റെ കുടുംബത്തിന് വേണ്ടിയും തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ശത്രുക്കളെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്നതാണ് സിനിമയിലെ എൻഡ്. നമ്മൾ എണീക്കുന്നത് കൈയടിക്കുന്നു. നമ്മുടെ വളരെ കുഞ്ഞുനാളിലെ നമ്മുടെ മനസ്സിൽ ഇത് പതിയുന്നു. പ്രതികാരം തീർക്കാനുള്ളതാണ്, പ്രതികാരം ചോദിക്കാനുള്ളതാണ്. ക്ഷമിക്കുക എന്ന പരിപാടിയൊന്നും ഇവരോടും കാണുന്നില്ല. ക്ഷമിക്കുക എന്ന് പറയുന്നതൊന്നും ഒരു നോവലിലും ഒരു കഥാപാത്രവും നമ്മൾ കാണുന്നില്ല. നമ്മൾ ഇത് എങ്ങനെയെങ്കിലും നമ്മുടെ പ്രതികാരം തീർക്കുക, നമ്മൾ ജയിക്കണം, നമുക്ക് സന്തോഷം വരണമെങ്കിൽ നമ്മുടെ ശത്രു പൂർണ്ണമായും നശിക്കണം, ഇല്ലാതാകണം. അത് നമ്മുടെ മനസ്സിൽ നല്ല ഒരു മെസ്സേജ് ആയിട്ട് തീരും. അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക എന്ന ഒരു വാക്ക് നമ്മുടെ നിഘണ്ടുവിൽ പൊതുവെ ഉണ്ടാവില്ല. നമ്മൾ സ്വയം പഠിക്കില്ല, സമൂഹത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ പഠിക്കാനും പറ്റില്ല. സമൂഹം നമ്മളെ അതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നുമില്ല. ഏതെങ്കിലും മതഗ്രന്ഥങ്ങളോ അവതാര പുരുഷന്മാരോ ഇത് പറയുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ പഠിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഇത് നമ്മൾക്കൊരു പാഠമായി കിട്ടുന്നില്ല. നമ്മളിത് മെനക്കെട്ട് ശരിക്കും കാര്യമായി ഇത് പഠിച്ചെടുക്കേണ്ടതാണ്. ഈ മാപ്പ് നൽകൽ വിശാലമായി നമ്മൾ ചിന്തിച്ചാൽ മാപ്പ് നൽകണമെങ്കിൽ നമുക്ക് അസാമാന്യമായ ശേഷി ഉണ്ടാവണമെന്ന് നേരത്തെ പറഞ്ഞതാണ്. ഒളിച്ചിരുന്നായാലും എതിരാളിയെ എറിയാനോ വെടിവെക്കാനോ കൊല്ലാനോ ഒന്നും വലിയ പ്രയാസമില്ല. പക്ഷേ എതിരാളി എന്ന് നമ്മൾ കരുതുന്ന ആൾക്കാർക്ക് മാപ്പ് കൊടുക്കുന്നത് വളരെയധികം ഒരു ധൈര്യമാർന്ന, ശരിക്കും വളരെ ശക്തിയാർന്ന ഒരു സ്വഭാവവിശേഷമാണ്. നമ്മളോട് എതിരെ പ്രവർത്തിക്കുന്ന, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരെ നമുക്കവരെ ശിക്ഷിക്കാൻ വേണമെങ്കിൽ എളുപ്പമാണ്. ഒരാളായിട്ടോ കൂട്ടം ചേർന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പോലീസ് ഉപയോഗിച്ചിട്ടോ രാഷ്ട്രീയം ഉപയോഗിച്ചിട്ടോ എങ്ങനെയെങ്കിലും ഒരുപക്ഷെ നമുക്ക് അവരെ ശിക്ഷിക്കാൻ പറ്റും. പക്ഷേ ശിക്ഷയുടെ പ്രത്യേകത അത് സമൂഹം, നമ്മൾ വ്യക്തിയായാലും അത് നിയമമായാലും ശിക്ഷ ഏറ്റുവാങ്ങുന്ന, ക്ഷമ ലഭിക്കാതെ ശിക്ഷ ഏറ്റുവാങ്ങുന്നവർ ഒരിക്കലും ശരി നന്നാവാറില്ല. നമ്മൾ ഒരാളിനോട് പ്രതികാരം ചോദിക്കാൻ പോയാൽ അയാൾ നമ്മളോട് തിരിച്ച് പ്രതികാരം ചോദിക്കും. അങ്ങനെ ജീവിതകാലം മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം ചോദിച്ച് ജീവൻ അവസാനിക്കും. പഴയ കാലത്തെ സിനിമയും പഴയ കാലത്തെ രാജാവിന്റെ കഥകളൊക്കെ എടുത്താൽ ഇതാണ് നമ്മൾ കാണുന്നത്. പഴയ കാലത്തെ വലിയ വലിയ കുടുംബങ്ങൾ തമ്മിലും നാടുവാഴികൾ തമ്മിലും ഇതാണ് പ്രധാന ജോലി. ഒരാളോട് പ്രതികാരം ചോദിക്കുന്നു, മറ്റൊരാൾ തിരിച്ചു പ്രതികാരം ചോദിക്കുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം ചോദിക്കുന്നു. അതിന്റെ അർത്ഥം പ്രതികാരം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മളോട് തെറ്റായി പ്രവർത്തിച്ച ഒരാളിനോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ, മാപ്പ് നൽകാൻ കഴിയുമെങ്കിൽ 2 ഗുണമുണ്ട്. ഒന്ന്, നമ്മൾ പ്രതികാരം എന്ന തെറ്റായ പ്രവൃത്തി ചെയ്യേണ്ടി വരുന്നില്ല. മറ്റൊന്ന്, നമ്മുടെ എതിരാളി എന്ന് നമ്മൾ കരുതിയാൾ മിക്കവാറും നമ്മളുമായി ഒരു സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ അടുപ്പത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ അവരോട് ക്ഷമിച്ച് നമ്മൾ അവരെ ഉപദ്രവിക്കാതിരിക്കുമ്പോൾ മിക്ക ആൾക്കാർക്കും നമ്മളോടൊരു അടുപ്പമാണ് ഉണ്ടാവുക. അപ്പൊ പ്രതികാരത്തേക്കാൾ നമ്മൾക്ക് ഗുണം ചെയ്യുന്നത് വീട്ടിലായാലും നാട്ടിലായാലും ഏതെങ്കിലും സ്ഥാപനത്തിലായാലും എവിടെയായാലും
ഇവൻ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഏർപ്പെടുന്നതിന് പകരം നിങ്ങളത് ചെയ്തു, ഇനി ചെയ്യരുത്, ഞങ്ങൾ തൽക്കാലത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും ധാരാളം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം. പക്ഷെ ലോകത്ത് നമ്മൾ കാണുന്നില്ല. വ്യക്തികളിലെങ്കിലും ആ സ്വഭാവം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമുക്ക് അത് ആവശ്യമായതുകൊണ്ട് നമ്മൾ അത് ശീലിക്കുക. ശിക്ഷിക്കപ്പെടുന്നവരുടെ ഈഗോ ഹർട്ട് ചെയ്യപ്പെടും. നമ്മൾ പ്രതികാരം ചെയ്യുന്നവരുടെ ഈഗോ കുറെ ഹർട്ട് ചെയ്യപ്പെടും. അഹങ്കാരം. അവർ ഒരിക്കലും നന്നാക്കാൻ പോകുന്നില്ല. പകരം അവർ കുറച്ചുകൂടെ മോശമായ ഒരു പ്രവൃത്തിയിലേക്ക് തിരിയുകയാണ് ഉണ്ടാവുക. ശിക്ഷ കിട്ടുന്ന മിക്ക ആൾക്കാരും, അത് വ്യക്തികൾ ശിക്ഷിച്ചതാവട്ടെ, സമൂഹം ശിക്ഷിക്കുന്നതാവട്ടെ, ശിക്ഷ കിട്ടുന്ന മിക്കവരും റിഡീം ചെയ്യാറില്ല. അവർ പുനരുദ്ധരിക്കാറില്ല. അവര് ശരിയാകാറില്ല. പകരം അവർ വാശിയോടുകൂടി എന്തായാലും എനിക്ക് ശിക്ഷ കിട്ടി, അല്ലെങ്കിൽ എന്നോട് അയാളെ ഇന്നത് പെരുമാറി, ഞാൻ അയാളോട് ഇനി അത് തന്നെ ചെയ്യും എന്ന ഒരു സ്വഭാവത്തിലോട്ട് നമ്മുടെ ഏത് കക്ഷിയും വരും. അതുകൊണ്ട് പൊതുവെ ക്ഷമാശീലം, ക്ഷമാശക്തി, ഈ മാപ്പ് നൽകൽ രണ്ട് കൂട്ടർക്കും വളരെ ഗുണം ചെയ്യും. കാരണം മറ്റേയാൾക്ക് നന്നാകാനുള്ള അവസരം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ വലിയ തെറ്റ് മറ്റൊരാളോട് ചെയ്യുകയും അവർ നമ്മളോട് ക്ഷമിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ആ ആളിന് നമ്മളോട് വളരെയധികം സ്നേഹവും ബഹുമാനവും ആദരവും കൂടാനാണ് സാധ്യത കൂടുതൽ. ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞു മറക്കുക എന്നതല്ല. തൽക്കാലത്തേക്ക് ഞാനൊന്നും ചെയ്യുന്നില്ല എന്നത് ക്ഷമയല്ല. അത് മാത്രമല്ല, ക്ഷമിച്ചു എന്ന് വെറുതെ വാക്കുകൾ കൊണ്ട് പറയുന്നതിന് അർത്ഥമില്ല. അത് ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എത്ര ആഴത്തിലാണ് നമ്മൾ ക്ഷമിക്കുന്നത് എന്നതാണ് വിഷയം. പുറമേക്ക് മറ്റ് മാർഗങ്ങളില്ലാത്തത് കൊണ്ട് നമ്മൾ ക്ഷമിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പലപ്പോഴും ഒത്തുതീർപ്പിന്റെ ഭാഗമായി നമ്മൾ ക്ഷമിച്ചു എന്ന് പറയാറുണ്ട് പൊതുവെ. അത് ഒത്തുതീർപ്പിൽ നമ്മൾ വഴങ്ങുന്നത് കൊണ്ടാണ്. ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്നും ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ച് നമ്മൾ ക്ഷമിക്കണം. എന്നാൽ മാത്രമേ പ്രകൃതി അതിൽ ഇടപെടുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും അത് ഈ പ്രകൃതി, പ്രപഞ്ചശക്തി അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിയുക. നമ്മൾ ഒരിക്കലും ഇത്രയും നമ്മൾ വീക്ഷിക്കപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നില്ല. നമ്മുടെ ഓരോ ചലനവും ഓരോ ചിന്തയും അത് ഉറക്കത്തിലും ഊണിലും നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും ഉറക്കത്തിൽ പോലും നമ്മളെ വീക്ഷിക്കുന്നു. നമ്മൾക്ക് പോലും ഉറക്കത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഓരോ സെല്ലും ഓരോ കോശവും ഈ പ്രപഞ്ച ശക്തി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാനൊന്നും പറ്റാത്തത്. നമ്മൾ വളരെ വലിയ തെറ്റുകൾ ചെയ്യാൻ പോകുമ്പോൾ ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം അവിടെ നിയന്ത്രിക്കപ്പെടുന്നു. വലിയൊരു ശരി ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും പലപ്പോഴും ചെയ്യാൻ പറ്റാത്തതിന് കാരണം അവിടെ നിയന്ത്രിക്കപ്പെടുന്നു. നമ്മൾ അസാമാന്യമായ അസാധാരണമായ രീതിയിൽ ഈ പ്രപഞ്ച ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ള ബോധം നമുക്കില്ല എന്നുള്ളതാണ്. അതുണ്ടാകണം. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്താലും അത് രേഖപ്പെടുത്തപ്പെടുന്നു. നമ്മൾ ക്ഷമിച്ചു എന്ന് പറയുകയും അവരെ രഹസ്യമായി പക തീർക്കാനും പ്രതികാരം ചെയ്യാനും ശ്രമിക്കുകയും ചെയ്താൽ അത് നമുക്ക് വളരെ വലിയ ദോഷമാണ് ചെയ്യുക. വാക്കൊന്ന് പ്രവൃത്തി രണ്ട് എന്നുള്ള അവസ്ഥ വന്നാൽ വളരെയധികം ആ വ്യക്തിയെ ബാധിക്കും. ഈ പ്രപഞ്ച ശക്തി ആരെയും അങ്ങനെ വെറുതെ വിടില്ല. ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ശരിയായ രീതിയിലുള്ള പരിഗണനയും തെറ്റായ, പ്രത്യേകിച്ച് രഹസ്യമായി തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് ആ പരിഗണനയും ഈ പ്രപഞ്ച ശക്തി നൽകും. നമ്മൾ 24 മണിക്കൂറും ജീവിതത്തിലെ ഗർഭപാത്രം മുതൽ മരണം വരെ, മരിച്ചതിന് ശേഷം വീണ്ടും ജനനം വരെ നമ്മൾ നിതാന്തമായി ഈ പ്രപഞ്ച ശക്തിയുടെ നിരീക്ഷണത്തിലാണെന്നുള്ള കാര്യം ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുക. ഒരു ഈശ്വര വിശ്വാസി ഒന്നാമതായിട്ട് പഠിക്കേണ്ടതാണ് ഈ പാഠം. ഇത് പഠിച്ചാൽ ഈ വലിയ പാഠമാണ്. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് പുറംപൂച്ച് ആ ക്ഷമയൊന്നും ഒരിക്കലും അംഗീകരിക്കപ്പെടില്ല. നമ്മൾ നമ്മുടെ ഒരു എതിരാളിയോട് നമ്മുടെ മനസ്സുകൊണ്ട് ക്ഷമിച്ചാലും അത് ഈശ്വരൻ അംഗീകരിക്കും. അയാളോട് കാണുന്നില്ല. അയാളെ പലപ്പോഴും പലരോട് നമുക്ക് പറയാനൊന്നും പറ്റില്ല. പകരം നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്നും എല്ലാ വെറുപ്പും വിദ്വേഷവും ഒഴിവാക്കി നിർത്തുക. അങ്ങനെയുള്ള മനസ്സിലെ എന്തെങ്കിലും ഒരു സമാധാനവും ശാന്തിയും ഉണ്ടാവുള്ളൂ. അവിടെ ഈശ്വരൻ സന്നിഹിതനാവുള്ളൂ. ഈശ്വരൻ ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനവും ശാന്തിയും ലഭിക്കുകയുള്ളൂ. ഈശ്വരൻ വരണമെങ്കിൽ ഇതേപോലുള്ള നെഗറ്റീവ് സ്വഭാവങ്ങൾ നമ്മൾ എടുത്തു മാറ്റേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവർ ശരിയല്ല എന്ന് പറഞ്ഞ്, അതെന്റെ ശത്രുവാണ് എന്ന് പറഞ്ഞ്, എന്റെ എതിരാളിയാണെന്ന് പറഞ്ഞ്
എനിക്ക് എന്നെയും എന്റെ കുടുംബത്തിനെയും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയും ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരാളെ അകറ്റി നിർത്താൻ എളുപ്പമാണ്. നമുക്കവരെ പുറത്താക്കാം, നമ്മുടെ സമൂഹത്തിൽ നിന്നും അവരെ മാറ്റി നിർത്താൻ എളുപ്പമാണ്. പക്ഷെ നേരെ തിരിച്ച് തെറ്റ് ചെയ്താലും അവരോട് ക്ഷമിച്ച് അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തണമെങ്കിൽ നമുക്ക് നല്ല ശക്തി വേണം, നല്ല കഴിവ് വേണം, നല്ല ചിന്താശേഷി വേണം. അതിന് നമുക്ക് ശരിക്കും പച്ചയായി പറഞ്ഞാൽ നല്ല ശുദ്ധമായ ഈശ്വര വിശ്വാസം വേണം. അങ്ങനെ അതിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ ക്ഷമാശക്തി പൂർണ്ണമായും വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ അഹങ്കാരത്തിന് കുറവുണ്ടെങ്കിലേ നമുക്ക് മറ്റൊരാളിനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഞാനാണ് ഏറ്റവും വലുത് എന്ന് ഞാൻ കരുതിയാൽ ഞാൻ ലോകത്താർക്കും മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല. ഞാൻ എല്ലാവരെയും ഇടിച്ചു നിരത്തും എന്നുള്ളതാണ് എന്റെ മനോഭാവം. എന്റെ അഹംഭാവം അങ്ങനെയാണ്. അഹങ്കാരം എന്ന് പറയുന്നത് അതാണ്, വിടില്ല. ഒരാളിനോട് നമ്മൾ പൊറുക്കുകയോ ക്ഷമിക്കുകയോ ചെയ്യില്ല. അത് അഹങ്കാരം പറയുമ്പോൾ പ്രത്യേകിച്ച് പറയും. എന്നാലും ഈ ക്ഷമ എന്ന കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് അഹംബോധം കുറവാണെങ്കിൽ, അഹങ്കാരം കുറവാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള ശക്തി കൂടും. നമുക്ക് മറ്റുള്ളവരോട് അവരോട് ചേർന്ന് നിർത്താനുള്ള നമ്മുടെ ശേഷി കൂടും. സാധാരണ രീതിയിൽ മനുഷ്യൻ ഒരു പക്ക മൃഗമാണ്. മൃഗത്തിന് ക്ഷമാശക്തിയൊന്നും ഇല്ല, അതിന്റെ ആവശ്യമില്ല. അവർക്ക് അങ്ങനെയുള്ള ഒരു അവസരം അവർക്ക് പൊതുവെ ഇല്ല. മൃഗങ്ങൾ തമ്മിൽ ഉള്ള ഒരേ ഒരു ഏറ്റുമുട്ടൽ എന്ന് പറയുന്ന ആഹാരത്തിന് വേണ്ടിയാണ്. പ്രധാനമായും ആഹാരത്തിന്റെ കാര്യത്തിൽ അവിടെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല മൃഗങ്ങൾ തമ്മിൽ. അവിടെ ഒരു ക്ഷമ, അല്ലെങ്കിൽ മാപ്പ്, ഞാനിപ്പോ എനിക്ക് വിശപ്പുണ്ട്, നീ ഇപ്പോൾ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതൊക്കെ ശരി, പക്ഷെ ഞാൻ നിന്നെ കൊല്ലുന്നില്ല എന്ന് സിംഹമോ പുലിയോ പറയില്ല. വിശപ്പുണ്ട് എങ്കിൽ അവർ അവരുടെ ഇരയെ കൊന്നു തിന്നിരിക്കും. നേരെ തിരിച്ച് പുലിയായാലും കടുവയായാലും അതേപോലുള്ള മാംസമുട്ടുകൾ അവർക്ക് വിശപ്പില്ല എങ്കിൽ അവരുടെ മുമ്പിൽ പോയി നൂറുകണക്കിന് മാനുകൾക്ക് കളിക്കാൻ പറ്റും, അവരൊന്നും ചെയ്യില്ല. അവിടെ ക്ഷമയുടെ പ്രശ്നമൊന്നും അവർക്ക് വരുന്നില്ല. ഇങ്ങനെയുള്ള വികാരങ്ങൾ മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണഗതിയിൽ മനുഷ്യൻ ഇത്തരം സ്വഭാവത്തെ കുറിച്ച് ബോധവാനല്ല. ഇങ്ങനെയുള്ള സദ്ഗുണങ്ങളെ കുറിച്ച് മനുഷ്യൻ ബോധവാനല്ലാതെ വരുമ്പോൾ, മനുഷ്യൻ പൂർണ്ണമായും ഏകദേശം വഴിവെക്കുമ്പോൾ കൂടെ ഈശ്വരൻ ഭൂമിയിൽ ഗുരുവിന്റെ രൂപത്തിൽ അവതരിക്കും, അല്ലെങ്കിൽ അവതാരങ്ങളായി വരും. അങ്ങനെ കാലാകാലങ്ങളിൽ ഭൂമിയിൽ അവതാരങ്ങളായി വന്നപ്പോഴെല്ലാം ഈശ്വരൻ തന്നെയാണ് വരുന്നത്. പല പേരിൽ, പല രൂപത്തിൽ, പല മതങ്ങളിൽ, പല ദേശങ്ങളിൽ. ആ വന്ന എല്ലാ അവതാരങ്ങളും മനുഷ്യനെ പഠിപ്പിക്കുന്ന സദ്ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഗുണം ക്ഷമാശീലമാണ്. മറ്റെല്ലാം പറയുന്നതിന്റെ കൂട്ടത്തിൽ ഇതിനേക്കാൾ അവർ പഠിപ്പിക്കുന്ന വേറെ പാഠങ്ങളുണ്ട്. സ്നേഹം നമ്മളിങ്ങനെ അടുത്ത് പറയുന്ന വിഷയമാണ്. അതൊരു വളരെ വലിയ മനുഷ്യന്റെ വികാരമാണ്. എല്ലാ അവതാരങ്ങളും, എല്ലാ പുണ്യ ഗ്രന്ഥങ്ങളും നമ്മളോട് പറയുന്നു സ്നേഹിക്കൂ. അതുപോലെ സ്നേഹിക്കുന്നതിന് തൊട്ട് നമുക്ക് ക്ഷമ വേണം. ക്ഷമ ഒരു പ്രധാനപ്പെട്ട ശീലമായി എല്ലാ മതഗ്രന്ഥങ്ങളും ഉദ്ഘോഷിക്കുന്നു. എല്ലാ അവതാരങ്ങളും അത് പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാ അവതാരങ്ങളും, അത് ശ്രീകൃഷ്ണ ഭഗവാനാവട്ടെ, ശ്രീരാമനാവട്ടെ, ശ്രീ ബുദ്ധദേവനാവട്ടെ, യേശുദേവനാവട്ടെ, ഗൗതമിയാവട്ടെ, മറ്റ് ധാരാളം അവതാരങ്ങൾ, അവരെല്ലാവരും അവരുടെ ജീവിതത്തിൽ അവരെ നടപ്പിലാക്കി കാണിച്ചു തന്നു. അല്ലാതെ അവരൊന്ന് വെറുതെ പഠിപ്പിച്ചിട്ട് പോകുക അല്ലല്ലോ ചെയ്തത്. അവരവരുടെ ജീവിതത്തിൽ വളരെ പ്രകടമായി നമുക്ക് ഒരു ജീവിത പാഠമായി പകർന്നു തന്നു. അവർ തന്നെ ജീവിച്ച് കാണിച്ചു തന്നു. അവരെല്ലാവരും ക്ഷമയുടെ മൂർത്തിഭാവങ്ങളായിരുന്നു.